ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് സാബുനരി ചവ്വരി അതും ഗോതമ്പ് നുറുക്കും വെച്ചിട്ട് ഞാനൊരു പായസം. അപ്പോൾ ഈ ചവ്വരീനെ ഞാൻ പുതിർത്ത് വെച്ചെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ ഗോതമ്പ് നുറുക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ വെല്ലം ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. വെല്ലം അവിടെ നിന്ന് ഉരുകി വരട്ടെ. എന്നിട്ട് തേങ്ങാപ്പാലല്ല, മിൽമ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. തേങ്ങക്കെല്ലാം ക്ഷാമമായതുകൊണ്ട് ഇപ്പോൾ തേങ്ങയൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമുക്കിതിനെ വേവിച്ചിട്ട് നമുക്ക് കാണാം. ഞാനിപ്പം വെല്ലം ഉരുക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. വെല്ലം ഇതാ ഉരുകുന്നുണ്ട്. കണ്ട എന്താ പിന്നെ അരിച്ചിട്ട് വെക്കണം ഇത് വേകുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് ഇനി നമ്മളെ ചവ്വരിയും നമ്മളെ ഗോതമ്പ് നുറുക്കും വെന്തതിൻ്റെ ശേഷം കാണാം. അപ്പോൾ ഗൈസ്, കുക്കറിൻ്റെ അകത്തുനിന്ന് നമ്മളെ ചവ്വരിയും ഗോതമ്പ് നുറുക്കും വെന്ത്. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് മാറ്റുന്നുണ്ട്. വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കുക്കറിൽ നിന്ന്. ഇനി നമുക്കിതിലേക്ക് വെല്ലം ഉരുക്കിയതുണ്ടല്ലോ, അതൊഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ എല്ലാം ഞാൻ എടുത്തു. കറണ്ട് വീണ്ടും പോയി ഗൈസ്. ഇവിടെ കറണ്ട് പോക്ക് തന്നെയാണ് പരിപാടി. ഫുൾ ടൈം മഴ വരുമ്പോൾ കറണ്ട് പോകും. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കറണ്ട് പോയി. അപ്പോൾ ഞാനതിലേക്ക് വെല്ലം എടുത്തിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ വെല്ലം വയ്ക്കട്ടെ. ഉരുക്കി വെച്ച വെല്ലം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. ചവ്വരി ഗോതമ്പ് നുറുക്കും കൂടിയിട്ടുള്ള മിക്സ് ഇവിടെ റെഡിയാക്കി. അപ്പോൾ വെല്ലം ഇതിൻ്റെ അകത്ത് ഒഴിച്ചു. കുറച്ചുകൂടി ഉണ്ട് വെല്ലം ഉരുക്കി വെച്ചത്, അതും കൂടി ഒഴിക്കണം. എല്ലാം കൂടി ഒന്ന് റെഡിയാക്കിയതിൻ്റെ ശേഷം ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഫുള്ള്. അപ്പോൾ ഒഴിച്ചു. അപ്പോൾ മധുരല്ലീന് നല്ലോണം പിടിക്കട്ടെ. കുക്കറിലാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇളക്കുന്നതൊന്നും കാണാൻ പറ്റില്ല. അതാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയത്. അപ്പോൾ നല്ലോണം മധുരമായിട്ട് കുറുകി വരട്ടെ. എന്നിട്ട് നമുക്ക് പാലൊഴിക്കാം. അപ്പോൾ ഇത് ഗൈസ് നല്ലോണം വരണ്ട് വന്നിട്ടുണ്ട്. വെല്ലമായിട്ടെല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പാലൊഴിക്കുന്നുണ്ട്. അപ്പോൾ പാലൊഴിച്ചിട്ട് ഞാൻ നോക്കട്ടെ എത്ര വേണം എന്നുള്ളത്. ഒരാവശ്യത്തിനുള്ള നമുക്ക് പാകത്തിനുള്ള ഇതായിട്ട് ഒരു പാക്കറ്റ് പാലൊഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്. എല്ലാം കൂടി ഇളക്കിയിട്ട് നോക്കട്ടെ. അതിൻ്റെ ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഒരു കവറ് പാലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് കണക്കാക്കിയത്. അപ്പോൾ അതാകുമ്പോൾ കറക്റ്റ് ആയിരിക്കും. എല്ലാ ഭാഗത്തും ഒരുപോലെ ഇളക്കി യോജിപ്പിക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ളതും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. കണ്ടല്ലോ, ലേശം കൂടിയിട്ട് അതും കൂടി ഞാൻ ഒഴിക്കട്ടെ. എനിക്കിതൊന്ന് തിളച്ചതിന് ശേഷം ഒന്ന് നമുക്ക് വാങ്ങി വെക്കാം. അപ്പോൾ നമ്മുടെ ചവ്വരി ഗോതമ്പ് നുറുക്ക് പായസം റെഡിയാവും. അപ്പോഴേക്ക്
ഓക്കെ ആയി. അപ്പം എല്ലാം അപ്പോൾ ഇതാ ചെറിയ തോതിൽ തിള വരുന്നുണ്ട്. ഞാൻ ഏലക്കായ പഞ്ചസാരയും കൂട്ടി പൊടിച്ചത് ഇതിലേക്ക് ഇടുന്നുണ്ട്. തിളച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇതിലേക്ക് നെയ്യും ചേർത്തിട്ട് ഒന്നാക്കണം. അപ്പോൾ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് അതും ഇട്ടു. അപ്പോൾ എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കട്ടെ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞു. ഞാനിത് വാങ്ങി വെക്കുന്നതാണ്. ഇനി അപ്പോൾ ഏതാ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യിൽ. ചുവന്ന് വരുമ്പോൾ നമുക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. നേരെ പകുതിയാക്കി ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ കുറച്ച് മുന്തിരിയുള്ള അതും കൂടി ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ 2 കൈ. അപ്പോൾ ഗ്യാസ് ഓഫാക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇതാ നമ്മളെ ചവ്വരി ഗോതമ്പ് നുറുക്ക് പായസം ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും കണ്ടല്ലോ. സൂപ്പർ പായസം കണ്ട. ഒരു പാത്രത്തിൽ വിളമ്പിയിട്ട് കാണിച്ചു തരണം നിങ്ങൾക്ക്. ഞാൻ വിളമ്പിയിട്ട് കാണിച്ചു തരാം. ഇതാ ഗൈസ്, ചവ്വരി ഗോതമ്പ് നുറുക്ക് പായസം ഇതിവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണേ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള പായസമാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഓക്കേ, ബൈ.